നേപ്പാളിൽ ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിന് സാധ്യതയേറുന്നു. സുശീല കർക്കിയെ നിയമിക്കുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികളും അറിയിച്ചു. സംഘർഷങ്ങൾ കയവ് വന്നതോടെ കർഫ്യൂവിൽ ഇളവുകൾ അനുവദിച്ചു തുടങ്ങി. നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികളോട് കൊമ്പുകോർത്ത് ഇംപീച്ച്മെന്റ് വരെ നേരിട്ട മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്കെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കുൽമാൻഗി സിംഗ്, ബാലേന്ദ്ര ഷാ എന്നിവരുടെ പേരുകളും നേരത്തെ ചർച്ചയിലുണ്ടായിരുന്നു. അധികാരസ്ഥാനത്തേക്കില്ലെന്ന് ബാലേന്ദ്ര ഷാ വ്യക്തമാക്കി. നേപ്പാളിലെ പവർ കട്ട് ഇല്ലാതാക്കിയതടക്കം ജനകീയ കാര്യങ്ങൾ ചെയ്ത കുൽമാൻഗി സിംഗിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നെങ്കിലും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് സുശീല കർക്കിക്ക് അനുകൂല ഘടകമായത്. പഴയ വൈരങ്ങൾ മറന്ന രാഷ്ട്രീയ പാർട്ടികളും സുശീല കർക്കിക്ക് പിന്തുണ അറിയിച്ചു. പ്രധാനമന്ത്രി പദത്തിലേക്ക് സിറ്റിംഗ് എം പി വേണമെന്നാണ് നേപ്പാൾ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. അതിനാൽ സുശീല കർക്കിയെ കാവൽ സർക്കാരിന്റെ ചെയർപേഴ്സണാക്കുന്നതും പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിലടക്കം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ സജീവമാണ്. നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രക്ഷോഭകാരികൾ. സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ കർഫ്യൂവിൽ ഇളവുകൾ നൽകി. അവശ്യ സർവീസ് രാവിലെ 6 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയും അനുവദിച്ചു. ബാങ്കുകളും സുപ്രീം കോടതിയും വൈകാതെ പ്രവർത്തിച്ചു തുടങ്ങും. നേപ്പാളിൽ 2 ദിവസം ആളിക്കത്തിയ പ്രക്ഷോഭത്തിൽ 20,000 കോടിയുടെ പൊതുമുതൽ നശിച്ചെന്നാണ് പ്രാഥമിക കണക്ക്. ശക്തമായ നിരീക്ഷണത്തിലാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശങ്ങൾ. ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 32 പേരെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ 3 ദിവസത്തിനുള്ളിൽ 6 രാജ്യങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടതാണ് ആശങ്ക വർദ്ധിപ്പിച്ചത്. ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി തിങ്കളാഴ്ച ചേരും. ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്നത് അവിശ്വസനീയമാണെന്ന വാദവും ശക്തമാവുകയാണ്. ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ ഞെട്ടിച്ചു. ഇത് ഖത്തറിന്റെ ശക്തമായ പ്രതിഷേധത്തിനും സഖ്യരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും കാരണമായി. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നാണ് GCC വിശേഷിപ്പിച്ചത്. തിങ്കളാഴ്ച ചേരുന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരായ നടപടികളിൽ തീരുമാനമുണ്ടാകും. മധ്യസ്ഥ ചർച്ചകൾ തുടരണമോ എന്നതിലും ഖത്തർ വ്യക്തത വരുത്തും. ലക്ഷ്യമിടുന്നത് ശത്രുക്കളുടെ സൈനിക സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും മാത്രമാണെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും മരണമുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഗസ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ കൃത്യമായി പ്രവർത്തിച്ചോ എന്നും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ആക്രമണം നടക്കുന്നതിന് തൊട്ടുമുൻപായി ഹമാസ് നേതാക്കൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറിയോ എന്നതും ഇസ്രായേൽ പരിശോധിച്ചു വരികയാണ്. അതേസമയം ദോഹയിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലെ ജനവാസ മേഖലയിൽ വിദേശ എംബസികൾക്കും സ്കൂളുകൾക്കും അടുത്തുള്ള അതീവ സുരക്ഷാ മേഖലയിൽ തന്നെയാണ് ആക്രമണം നടന്നത്. പശ്ചിമേഷ്യയിലെ യുഎസിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമായ അൽ ഉദ്ദൈദിന് വെറും 25 കിലോമീറ്റർ ചുറ്റളവിലാണ് ആക്രമണം നടന്ന കെട്ടിടം. അതുകൊണ്ടുതന്നെ ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്ന വാദം അവിശ്വസനീയമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.